ഈ ചൂടത്ത് ഈ കരിക്കൊന്നും കുടിച്ചാൽ ഒരാശ്വാസം കിട്ടില്ല കേട്ടോ. എങ്കിലും ഒരാശ്വാസത്തിന് വേണ്ടി കുടിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും കരിക്കെല്ലാം കുടിച്ചിട്ട് നേരെ ലുലു മോളിലേക്ക് പോവുകയാണ് ഓണക്കോടി എടുക്കാനായിട്ട്. ചില ദിവസങ്ങളിൽ വീഡിയോ ഇങ്ങനെ എടുത്ത് വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ മുഴുകി വന്ന് ആ കാര്യം പറഞ്ഞു തീരുന്ന മുന്നേ വീഡിയോ തീർന്നു പോകും കേട്ടോ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എന്തെന്നറിയോ, ഇങ്ങനെ നമ്മൾ നല്ല കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുഖിച്ച് ചില മോട്ടിവേഷൻസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീഡിയോ തീരുന്നത്. ഞാനാണെങ്കിൽ പറഞ്ഞ് തീരത്തുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷേ വീഡിയോ തീർന്നു പോയിട്ടുണ്ടാവും. എന്താ ചെയ്യുക അല്ലേ? അതൊരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അപ്പോൾ കരുതും എന്താ അടുത്ത വീഡിയോയിൽ എൻ്റെ ബാക്കി പറയാമെന്ന്. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എന്താ അക്കാര്യം മറന്നു പോവുകയും ചെയ്യും. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അയ്യോ, കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ബാക്കി വെച്ചിരുന്ന കാര്യം ഈ വീഡിയോയിൽ പറയാമെന്നല്ലേ കരുതിയത്, പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം എന്നങ്ങനെ പറഞ്ഞ് മാറ്റി 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 വെച്ച് ഒരുപാട് വീഡിയോകൾ കഴിഞ്ഞ് പോകും. പിന്നെ ആ കാര്യമായിട്ട് പറയത്തുമില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വീഡിയോയുടെ കാര്യത്തിൽ നിന്നല്ല, എല്ലാ കാര്യത്തിലും മറവി എനിക്ക് വല്ലാതെ ഉണ്ട് കേട്ടോ. വല്ലാതെ രീതിയിൽ ചില സമയങ്ങളിൽ വേദ ട്യൂഷന് വിട്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ വേദ എപ്പോഴായിരിക്കും ട്യൂഷന് വിടുന്നത്, ഒരു പിടിയില്ലല്ലോ. പിന്നെ വേദയുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ചോദിക്കും എത്ര മണിക്കാണ് ട്യൂഷൻ കഴിയുന്നേ, അപ്പോൾ അവർ സമയം പറയാം കേട്ടോ. അപ്പോഴായിരിക്കും ഞാൻ പോകുന്നത്. അങ്ങനെ കിളിപോയി നടക്കുന്ന ദിവസങ്ങളും സമയങ്ങളും ഒക്കെ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്രായം ഇത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ബോധമേ ഉണ്ടാകത്തില്ല. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ. ഇന്നലെ അമ്മ എന്തോ കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെ അമ്മ കേട്ടോ, എന്തോ കാര്യം പറഞ്ഞപ്പോൾ പറയാണ്, ഞാനൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, കാണാൻ മക്കളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ, കുറച്ചുകൂടി ഒന്നും കഴിയണ്ട, ഇപ്പോഴേ തുടങ്ങിക്കോളും നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു. ശരിയല്ലേ, അവരൊക്കെ ഇത്രയും വരെയെങ്കിലും പോയി. നമ്മളൊക്കെ ഏതുവരെ പോകുന്നു എന്ന് ദൈവത്തിന് മാത്രം അറിയാം. നമ്മുടെ ജീവിതശൈലി തന്നെയല്ലേ നമ്മളതിലൊക്കെ കൊണ്ടെത്തിക്കുന്നത്. എങ്കിലും എത്രയൊക്കെ അറിയാമെങ്കിലും നമ്മൾ പഠിച്ചതേ പാടത്തുള്ളൂ. പട്ടീര വാല് പന്തീരാണ്ട് കുഴലിട്ടാലും നൂരത്തില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ കാര്യവും. എത്ര എന്തൊക്കെ അറിയാമെങ്കിലും നമ്മൾ പഴയ വഴി തന്നെ വീണ്ടും ആവും. പറഞ്ഞിട്ട് കാര്യമില്ല. കഥകളിയും തെയ്യവും കളരിയും ന്യൂസ് പേപ്പറും ഒക്കെ ആയിട്ട് ഏട്ടൻ്റെ ഷർട്ടാട്ടോ കണ്ടത്. അപ്പോൾ ഇതേ കള്ളിക്കാട് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നാളത്തെ വീഡിയോയിലും കള്ളിക്കാട് അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും താരം. അവരുണ്ടെങ്കിൽ പിന്നെ അവരെ തന്നെയാണ് താരം. ഞാനൊക്കെ അതേ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഫുൾ വീഡിയോ കള്ളിക്കാട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കള്ളിക്കാട് അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഒപ്പം കള്ളിക്കാട് വീടും എല്ലാവർക്കും ഇഷ്ടമാണ്. ആ വീട് എനിക്കിപ്പോൾ എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. സത്യമായിട്ട് എനിക്ക് ഭയങ്കര അസൂയ കേട്ടോ. നിങ്ങൾക്ക് എന്നെക്കാട്ടും ഇഷ്ടമാണ് കള്ളിക്കാട് അമ്മയെ. ചുമ്മാ കേട്ടോ. അവരെ ഇഷ്ടപ്പെട്ടാലും ഇവരെ ഇഷ്ടപ്പെട്ടാലും എന്നെ ഇഷ്ടപ്പെട്ടാലും ഒരുപോലെ